കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ വൻ നാശനഷ്ടം. അമ്പലപ്പുഴ, തകഴി, തലവടി, പുന്നപ്ര എന്നീ പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ലൈനിലേക്ക് മരം കടപുഴകി വീണതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതിനാൽ നാളെയേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധ്യതയുള്ളൂ. ഇന്നലെ വൈകുന്നേരം 4:30യോടെയാണ് ആലപ്പുഴ, അമ്പലപ്പുഴ, തകഴി, തലവടി മേഖലകളിൽ ശക്തമായ കാറ്റ് വീശിയത്. ആലപ്പുഴയിൽ മഴയ്ക്കൊപ്പമായിരുന്നു കാറ്റ്. ചുഴലിക്കാറ്റാണ് ആഞ്ഞു വീശിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തലവടി പഞ്ചായത്തിൽ കാറ്റിൽ വീട്, പശുത്തൊഴുത്ത്, കെട്ടിടങ്ങൾ, വൈദ്യുതി പോസ്റ്റ്, വള്ളം എന്നിവ തകർന്നു. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ വാരിക്കോലിൽ പ്രസന്നകുമാറിന്റെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്കാണ് മഹാഗണി മരം കടപുഴകി വീണത്. മരം വീണ് വീടും തൊഴുത്തും ഭാഗികമായി തകർന്നു. തൊഴുത്തിൽ കെട്ടിയിരുന്ന ഗർഭിണിയായ പശുവിനും മറ്റൊരു പശുവിനും പരിക്കുണ്ട്. വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാറ്റിന്റെ അപ്പുറം എല്ലാം മരങ്ങൾ വീണ് കിടപ്പുണ്ട്. തുടരെ ഈ മരം വന്നിങ്ങോട്ട് വീണിട്ട് എഴുത്തിനകത്ത് 4-5 പശുക്കൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. 5 പശുവിന്റെ പുറത്തോട്ട് എഴുത്തിന്റെ മൊത്തം അടിച്ച് വീണു. എൻ്റെ പെരയുടെ മേളിലോട്ടും ആ സീറ്റിന്റെ പുറത്തോട്ടും എല്ലാം കൂടെ വീണ് താഴെപ്പാടെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം ഓടി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിരിക്കുക. പിള്ളേരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുള്ളതെല്ലാം അവരെല്ലാം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇട്ടേക്ക് ഞങ്ങൾ നിൽക്കുന്നത്. അവർക്ക് കയറാൻ വയ്യാത്ത സ്ഥിതി നിൽക്കുക. തകഴി പഞ്ചായത്തിലെ നന്ദ്യാട്ടുകരി പാടശേഖരത്തിൽ കരിയിൽ പുരയിടത്തിൽ തെങ്ങ് കടപുഴകി വീണ് പുറംബണ്ടിൽ കെട്ടിയിട്ടിരുന്ന വള്ളം തകർന്നു. സമീപത്തു നിന്ന് 3 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. എടത്വ തകഴി സംസ്ഥാന പാതയിൽ ചെക്കിടിക്കാട് മിൽമ ജംഗ്ഷന് സമീപത്തു നിന്ന് മരം കടപുഴകി. തലവടി, തകഴി മേഖലയിൽ കൃഷിനാശവും വ്യാപകമാണ്. കനത്ത നാശം വിതച്ച കാറ്റിൽ അമ്പലപ്പുഴയും സമീപ പ്രദേശങ്ങളും ഇരുട്ടിലായി. മരം വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകളുണ്ട്. വെട്ടിക്കരി ഷാപ്പിന് മുകളിൽ മരം വീണ് കെട്ടിടം പൂർണ്ണമായും തകർന്നു. സമീപത്തെ തോടിനോട് ചേർന്നുള്ള പുളിമരം കടപുഴകി വീഴുകയായിരുന്നു. കെട്ടിടത്തിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.